ഹായ്, യൂട്യൂബ് ശ്രോതാക്കൾക്ക് പൊന്നിയമ്മ കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിവിടെ മിച്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ കടലമാവാണിത്. 1 കപ്പ് കടലമാവ് എടുത്ത് ഒരു 1/4 കപ്പ് 1/2 കപ്പ് അരിപ്പൊടിയാണിത്. അരിപ്പൊടി എടുത്ത് അതൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. രണ്ടും കൂടെ കടലമാവും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ലപോലെ ഇളക്കി ചേർക്കണം. ഇളക്കി ചേർത്തേച്ച് പിന്നെ വെള്ളം ചേർക്കണം. 1 ഗ്ലാസ് വെള്ളം എടുത്ത് കൈവെള്ളം ഒഴിച്ച് വേണം, തളിച്ച് വേണം നനയ്ക്കാനായിട്ട്. കുഴഞ്ഞു പോകരുത്. ഇപ്പോൾ വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുത്തേച്ച് ചീനച്ചട്ടി അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് സേവനാഴിക്കകത്തോട്ട് മാവ് വാരി വെച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് കപ്പലണ്ടി 25 ഗ്രാം കപ്പലണ്ടിയാണിത്. ആ കപ്പലണ്ടി ഒന്ന് വറുത്ത് കോരിയെടുക്കണം. നല്ലപോലെ ചുമന്ന് കഴിയുമ്പോൾ അത് കോരിയെടുക്കണം. അത് കൊട്ടയ്ക്കകത്തോട്ടിട്ട് അത് കോരിയതിന് ശേഷം കുറച്ചായിട്ട് കരിഞ്ഞു പോകരുത്. കോരിയെടുത്തേച്ച് ഇത് പൊട്ടുകടലയാണ്. അത് ഒരു 25 ഗ്രാമാണ്. അതും ആ തിളച്ച എണ്ണയിലോട്ടിട്ട് ഒന്ന് ചുമന്ന് വരുന്ന സമയത്തിന് കോരിയെടുത്ത് കൊട്ടയ്ക്കകത്ത് കപ്പലണ്ടിയുടെ കൂടെ ഇട്ടേച്ച് ചേർനാഴിക്കകത്ത് മാവ് വാരി എണ്ണയ്ക്കകത്തോട്ട് പിഴിയണം. ഇടിയപ്പത്തിന് പിഴിയും പോലെ പിഴിഞ്ഞ് വട്ടത്തിൽ വേണം പിഴിയാനായിട്ട്. പിഴിഞ്ഞ് അത് അതുപോലെ പിഴിഞ്ഞ് ആ ഒരു നാഴി നിറച്ചെടുത്ത് അത് പിഴിഞ്ഞ് ശേഷം നല്ലപോലെ അത് പിഴിഞ്ഞെടുത്തേച്ച് ഇട്ടാണ് നമ്മൾ ഇളക്കരുത്. ഒരുമാതിരി അതിൻ്റെ മേൽവശത്തായിട്ട് ഒരു ചുമപ്പ് പോലെ വരുമ്പോഴത്തേക്ക് വേണം ചട്ടുകം കൊണ്ട് അത് മറിച്ചിടാനായിട്ട്. ഇങ്ങനെ മറിച്ചിടണം. അത് മറിച്ചിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വശം മൂത്ത് കഴിഞ്ഞിട്ട് പിന്നെ 2 വശവും കൂടി മൂത്തൊന്ന് ഇളക്കി നോക്കിയിട്ട് നമുക്ക് കോരി അത് കൊട്ടയ്ക്കകത്തോട്ട് എണ്ണ വാലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശകലം നേരം പിടിക്കുമ്പോൾ അതിനകത്ത് മുങ്ങി കിടന്ന എണ്ണ മൊത്തം അങ്ങ് പോവുകയും ചെയ്യും ചട്ടിയിലോട്ട്. എന്നിട്ട് അത് നമ്മൾ കൊട്ടയ്ക്കകത്തോട്ട് ഇടണം. എണ്ണ മൊത്തം പോയി കൊട്ടയ്ക്കകത്തോട്ട് ഇട്ടതിന് ശേഷം ഉണ്ടാക്കി തീർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് കുഴച്ച ചട്ടിക്കകത്ത് തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ അത് കഴുകി അത് എടുത്ത് കണ്ണാപ്പത്തവിക്കകത്ത് എണ്ണയ്ക്കകത്തോട്ട് ഒഴിക്കുമ്പോൾ ഈ മുത്ത് പോലെ വരും. അത് നല്ലപോലെ ഇളക്കി മുത്ത് പോലെ വരും. അത് കോരി നമ്മൾ കൊട്ടയ്ക്കകത്തോട്ട് ഇടണം. ഇട്ടതിന് ശേഷം മിക്സർ റെഡിയായി. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്